എല്ലാവർക്കും ഐശ്വര്യ എം ജയശ്രീ വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ശരീര സംരക്ഷണത്തിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി കണ്ണുകളുടെ സംരക്ഷണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കണ്ണുകളെക്കുറിച്ച് കവിഭാവനകൾ എത്രയോ മുമ്പ് തന്നെ പീലി നിവർത്തിയിരിക്കുന്നു. തിളക്കമാർന്ന് സജലമെന്ന് തോന്നിക്കുന്ന കണ്ണുകൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മാസ്മരികത തന്നെയാണ്. കണ്ണുകൾ ആരോഗ്യമുള്ളതാവണമെങ്കിൽ വേണ്ട പരിചരണം നൽകേണ്ടതും അത്യാവശ്യമാണ്. ഉറക്കമില്ലായ്മ, പ്രകാശം കുറഞ്ഞ സ്ഥലത്ത് കണ്ണിന് ആയാസമുള്ള രീതിയിൽ ജോലി നോക്കുക, കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിൽ വളരെയധികം സമയം ചെലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ ഊർജ്ജസ്വലതയെ തടസ്സപ്പെടുത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനാൽ കണ്ണിനെ പരിപാലിക്കാൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തണം. കണ്ണുകൾക്ക് വേദനയും അസ്വസ്ഥതയും ഉണ്ടാവുക സാധാരണമാണ്. ദൈനംദിന ജീവിതത്തിലെ പിരിമുറുക്കം, കണ്ണടയുടെ പവർ അനുയോജ്യമല്ലാതിരിക്കുക, അന്തരീക്ഷ മലിനീകരണം എന്നിവയെല്ലാം കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. തീർച്ചയായും ഇത്തരം പിരിമുറുക്കങ്ങളിൽ നിന്ന് കണ്ണുകളെ മോചിപ്പിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ആവശ്യത്തിന് പ്രകാശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആണോ എങ്കിൽ കണ്ണിന് കൂടുതൽ ശ്രദ്ധ നൽകണം. കമ്പ്യൂട്ടർ ജോലിക്കാർ ഓരോ മണിക്കൂർ ഇടവിട്ട് കണ്ണിന് വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ്. കണ്ണുകൾക്ക് വ്യായാമം നൽകേണ്ടതും അത്യാവശ്യമാണ്. ഒരേ രീതിയിൽ ഒരേ സ്ഥലത്ത് ഏറെ നേരം ദൃഷ്ടി പതിപ്പിച്ചിരിക്കരുത്. എന്നാൽ ഇത് മിക്ക ഓഫീസ് ജോലിയുടെയും ഭാഗമാണ് താനും. ഒരു മണിക്കൂർ ഇടവിട്ട് നോട്ടം ഒരു വിദൂര ബിന്ദുവിലേക്ക് മാറ്റുകയും ചെയ്യുക. ഇത് കണ്ണിന് വ്യായാമം നൽകും. 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുന്നതും വളരെയധികം പ്രയോജനം. സന്തുലിതമായ ആഹാരമാണ് കണ്ണിന് വേണ്ട മറ്റൊരു വസ്തുത. പാൽ, വെണ്ണ, പ്രോട്ടീനുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ആഹാരത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ആഹാരത്തിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ കണ്ണിന് തിളക്കമേറും. സമീകൃത ആഹാരം കണ്ണീർ ഗ്രന്ഥികൾക്കും കണ്ണിലെ കോശങ്ങൾക്കും പോഷകം നൽകുന്നത് വഴിയാണ് കണ്ണിന് തിളക്കമുണ്ട്. അടുത്തതായി പാർട്ടിയിൽ തിളങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. പാർട്ടികളിൽ പങ്കെടുത്താൽ അടിപൊളിയായിരിക്കണം. യുവത്വത്തിൻ്റെ ആഘോഷവേളകളിൽ മേക്കപ്പിലും അല്പം ഹോട്ട് ലുക്ക് ഇല്ലെങ്കിൽ എന്തു രസം! കാണുന്നവരെന്ന് ഞെട്ടണമെന്നാണ് എല്ലാവർക്കും നിർബന്ധം. രാത്രി ആഘോഷങ്ങൾക്ക് ഒരിക്കലും ലൈറ്റ് മേക്കപ്പ് ഉപയോഗിക്കരുത്. അല്പം എടുത്തറിയുന്ന നിറങ്ങളാണ് കൃത്രിമ പ്രകാശത്തിൽ ജ്വലിക്കുക. ഒരുങ്ങുന്നതിന് അടിസ്ഥാനപരമായി മേക്കപ്പ് ഐറ്റങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുക. ഫൗണ്ടേഷൻ, ഐലൈനർ, കോമ്പാക്ട് പൗഡർ, ഐ ഷാഡോ, മേക്കപ്പ് ബ്രഷുകൾ, ലിപ്സ്റ്റിക്, ഇളം നിറത്തിലുള്ളതും കടും നിറത്തിലുള്ളതും, ഐ പെൻസിൽ, ബ്രഷ് പൗഡർ. ക്ലെൻസ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത ചർമ്മത്തിലാണ് മേക്കപ്പ് നന്നായി ഇണങ്ങുക. ചർമ്മം നന്നായി സൂക്ഷിക്കുന്നതിന് ധാരാളം വെള്ളം കുടിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. ചോക്ലേറ്റ്, ഐസ്ക്രീം, പിസ്സ, ബർഗർ തുടങ്ങിയവ കഴിയുന്നത്ര ഒഴിവാക്കുക. അടുത്തതായി പാർട്ടിയിൽ തിളങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. പാർട്ടികളിൽ പങ്കെടുത്താൽ അടിപൊളിയായിരിക്കണം. യുവത്വത്തിൻ്റെ ആഘോഷവേളകളിൽ മേക്കപ്പിലും അല്പം ഹോട്ട് ലുക്ക് ഇല്ലെങ്കിൽ എന്തു രസം! കാണുന്നവരെന്ന് ഞെട്ടണമെന്നാണ് എല്ലാവർക്കും നിർബന്ധം. ചർമ്മത്തിനിണങ്ങുന്ന ടോണിലുള്ള ഫൗണ്ടേഷൻ കഴുത്തിലും മുഖത്തും പുരട്ടുക. വളരെ വരണ്ട ചർമ്മമാണെങ്കിൽ അല്പം മോയ്സ്ചറൈസർ കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ച് പുരട്ടുക. വിരൽത്തുമ്പുകൾ കൊണ്ട് ഉരസി പിടിപ്പിക്കുക. നിങ്ങളുടെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫൗണ്ടേഷൻ ഒരേ വിധത്തിൽ പുരണ്ടെന്ന് ഉറപ്പുവരുത്തുക. കഴുത്ത് ഇറക്കി വെട്ടിയ ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ പുറത്ത് കാണാവുന്ന ഭാഗം വരെ ഫൗണ്ടേഷൻ. പുരികങ്ങൾ ചെറുതായി മുകളിലേക്ക് ബ്രഷ് ചെയ്യുക. നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഇയർ റിങ്ങിൻ്റെയും നിറത്തിന് യോജിച്ച ഷെയ്ഡിലുള്ള ഐഷാഡോ ഇടുക. ആ നിറം ഇല്ലെങ്കിൽ ബ്രൗൺ ചാരനിറങ്ങളിലുള്ള ഐഷാഡോ ഉപയോഗിക്കാം. കൺപോളകൾക്ക് മേൽ ഐഷാഡോ ഇട്ടതിന് ശേഷം മുകളിലേക്ക് മൃദുവായി ബ്രഷ് ചെയ്യുക. തുടർന്ന് കറുത്ത ഐലൈനർ ഉപയോഗിച്ച് കൺപോളകളിൽ വരയ്ക്കുക. കണ്ണിൻ്റെ മൂക്കിനോട് ചേർന്ന ഭാഗത്ത് നിന്നും എഴുതുക. നടുവിലേക്ക് വരുന്തോറും വീതി കൂട്ടണം. അവസാന ഭാഗത്തെത്തുമ്പോൾ വര കുത്തനെ മുകളിലേക്ക് ഉയർത്തി വരയ്ക്കുക. കൺപീലികൾ കൂടുതൽ സമൃദ്ധമായി തോന്നിക്കാൻ മസ്കാര ഉപയോഗിക്കുക. രാത്രി സമയത്ത് മസ്കാര 3 കോട്ടെങ്കിലും ഉപയോഗിക്കണം. ചുണ്ടുകൾ നന്നായി സ്ക്രബ് ചെയ്ത് മൃതകോശവും വരണ്ട ചർമ്മവും നീക്കുക. ഒരു തുള്ളി ഫൗണ്ടേഷൻ ചുണ്ടിൽ ഉപയോഗിക്കാം. അതിനു മേലെ ലിപ്സ്റ്റിക് ഇടുക. കൈകളുടെ സംരക്ഷണം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം.
ദിവസവും എത്ര ജോലിയാണ് നമ്മൾ കൈകൾ കൊണ്ട് ചെയ്യുന്നത്? എന്നിട്ട് വേണ്ടത്ര പരിചരണം നൽകാതിരുന്നാൽ കൈകൾ കോപിക്കുമെന്ന് ഉറപ്പ്. പ്രായത്തിന്റെ അടയാളങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൈകളിലാണ്. കൈയെടുത്ത് സംസാരിക്കുമ്പോഴും മറ്റും മറ്റുള്ളവരുടെ കണ്ണുകൾ നിങ്ങളുടെ കൈകളിൽ പാറി വീഴും. തൊലി ചുളിഞ്ഞും വരണ്ടുമുള്ള കൈകൾ നിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ പ്രായം വിളിച്ചു പറയും. വീട്ടുജോലികൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പാത്രം കഴുകുമ്പോഴും തുണി നനയ്ക്കുമ്പോഴും കൈകളിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. മൃദുലമായ റബ്ബർ ഗ്ലൗസോ പ്ലാസ്റ്റിക് ഗ്ലൗസോ ഉപയോഗിക്കുക. പണികൾക്കിടയിൽ ഗ്ലൗസ് കയ്യിൽ നിന്നും ഊരിപ്പോകാതിരിക്കാൻ കൈത്തണ്ടയിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഉറപ്പിക്കുക. കറയുള്ള പച്ചക്കറികൾ അരിയും മുമ്പ് കൈകളിൽ അല്പം നാരങ്ങ നീരും ഉപ്പും ചേർത്ത് മിശ്രിതം തേച്ച് പിടിപ്പിക്കുക. ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ കറയുള്ള പച്ചക്കറികൾ അരിയുമ്പോൾ കൈകളിൽ വരഞ്ഞുണ്ടായ പാടുകൾ മാറ്റാൻ എളുപ്പമല്ല. ഫിംഗർ ക്യാപ്പ് ഒരു ശീലമാക്കുകയോ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുകയോ വേണം. കൈകൾ മൃദുലമാക്കാൻ അല്പം വിനാഗിരിയും തക്കാളി നീരും സമം എടുത്ത് പുരട്ടുക. അടുക്കളയിൽ ഉപയോഗിച്ചു കഴിഞ്ഞ വസ്തുക്കൾ കൊണ്ട് കൈകൾക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. തേയില ചണ്ടിയും പാലെടുത്ത തേങ്ങയുടെ പീരയും ഒരുമിച്ച് ചേർത്ത് കൈകൾ മസാജ് ചെയ്യാം. ഇവയ്ക്കൊപ്പം അല്പം റവയും കൂടി ചേർത്താൽ സ്കിൻ പീലിംഗ് ഇഫക്റ്റ് വരും. പഴുത്തുപോയ ഏത്തപ്പഴം വെറുതെ കളയരുത്. അതിൽ തേയില ചണ്ടി ചേർത്ത് മിശ്രിതമാക്കി കൈകൾ മസാജ് ചെയ്താൽ സൂര്യതാപം ഏറ്റുള്ള കരിവാളിപ്പ് മാറും. പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൈകളിൽ പുരട്ടുന്നതും നല്ലതാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്ന ചിലരുണ്ട്. പിന്നെ ആവശ്യമില്ലാതെയുള്ള ടെൻഷനും. ഇത്തരം വികാരങ്ങൾ സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. അകാലനര, മുടികൊഴിച്ചിൽ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. ഉറക്കവും ആഹാരവും കുറയും. ഇത് ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തും. അങ്ങനെ ചർമ്മത്തിന്റെ പ്രസരിപ്പും ഓജസ്സും കുറയും. ശരീരത്തിൽ പെട്ടെന്ന് ചുളിവുകൾ വീഴുകയും ചെയ്യും. മഴക്കാലത്ത് ഉരുളക്കിഴങ്ങ്, കപ്പ, പപ്പായ, കായ തുടങ്ങിയ നീര് അധികമില്ലാത്ത ഭക്ഷണമാണ് നല്ലത്. മുതിര, വൻപയർ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിരാവിലെ എണീക്കുന്ന ശീലം നമ്മളിൽ പലർക്കുമില്ല. പക്ഷേ ബ്രാഹ്മ മുഹൂർത്തമാണ് ഉണരാൻ പറ്റിയ സമയമെന്ന് ആയുർവേദം പറയുന്നു. ശുദ്ധവായു ധാരാളം കിട്ടുമെന്നും പറയുന്നു. രാവിലെ കിട്ടുന്ന ആ ഉന്മേഷം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുകയും ചെയ്യും. ആദ്യം കുറച്ച് ഐസ് ക്യൂബുകൾ മുഖത്ത് നന്നായി തിരുമുക. നന്നായി തുടച്ച ശേഷം നിങ്ങളുടെ ചർമ്മത്തിനിളങ്ങുന്ന മോയ്സ്ചറൈസർ തേച്ച് പിടിപ്പിക്കുക. ഒട്ടിപ്പിടിക്കുന്ന മോയ്സ്ചറൈസർ ഉപയോഗിക്കരുത്. മോയ്സ്ചറൈസർ കഴുത്തിലും തേച്ച് പിടിപ്പിക്കുക. ചർമ്മത്തിനിണങ്ങുന്ന ടോണിലുള്ള ഫൗണ്ടേഷൻ കഴുത്തിലും മുഖത്തും പുരട്ടുക. വളരെ വരണ്ട ചർമ്മമാണെങ്കിൽ അല്പം മോയ്സ്ചറൈസർ കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ച് പുരട്ടുക. വിരൽ തുമ്പുകൾ കൊണ്ട് ഉരസി പിടിപ്പിക്കുക. നിങ്ങളുടെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫൗണ്ടേഷൻ ഒരേ വിധത്തിൽ പുരണ്ടെന്ന് ഉറപ്പുവരുത്തുക. കഴുത്ത് ഇറക്കി വെട്ടിയ ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ പുറത്ത് കാണാവുന്ന ഭാഗം വരെ ഫൗണ്ടേഷൻ പുരട്ടുക. പുരികങ്ങൾ ചെറുതായി മുകളിലേക്ക് ബ്രഷ് ചെയ്യുക. നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഇയർ റിങ്ങിൻ്റെയും നിറത്തിന് യോജിച്ച ഷെയ്ഡിലുള്ള ഐഷാഡോ ഇടുക. ആ നിറം ഇല്ലെങ്കിൽ ബ്രൗൺ ചാരനിറങ്ങളിലുള്ള ഐഷാഡോ ഉപയോഗിക്കാം. കൺപോളകൾക്ക് മേൽ ഐഷാഡോ ഇട്ടതിന് ശേഷം മുകളിലേക്ക് മൃദുവായി ബ്രഷ് ചെയ്യുക. തുടർന്ന് കറുത്ത ഐലൈനർ ഉപയോഗിച്ച് കൺപോളകളിൽ വരയ്ക്കുക. കണ്ണിൻ്റെ മൂക്കിനോട് ചേർന്ന ഭാഗത്ത് നിന്നും എഴുതുക. നടുവിലേക്ക് വരുന്തോറും വീതി കൂട്ടണം. അവസാന ഭാഗത്തെത്തുമ്പോൾ വര കുത്തനെ മുകളിലേക്ക് ഉയർത്തി വരയ്ക്കുക. കൺപീലികൾ കൂടുതൽ സമൃദ്ധമായി തോന്നിക്കാൻ മസ്കാര ഉപയോഗിക്കുക. രാത്രി സമയത്ത് മസ്കാര 3 കോട്ടെങ്കിലും ഉപയോഗിക്കണം. ചുണ്ടുകൾ നന്നായി സ്ക്രബ് ചെയ്ത് മൃതകോശവും വരണ്ട ചർമ്മവും നീക്കുക. ഒരു തുള്ളി ഫൗണ്ടേഷൻ ചുണ്ടിൽ ഉപയോഗിക്കാം. അതിനു മേലെ ലിപ്സ്റ്റിക് ഇടുക. കൈകളുടെ സംരക്ഷണം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ദിവസവും എത്ര ജോലിയാണ് നമ്മൾ കൈകൾ കൊണ്ട് ചെയ്യുന്നത്? എന്നിട്ട് വേണ്ടത്ര പരിചരണം നൽകാതിരുന്നാൽ കൈകൾ കോപിക്കുമെന്ന് ഉറപ്പ്. പ്രായത്തിന്റെ അടയാളങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൈകളിലാണ്. കൈയെടുത്ത് സംസാരിക്കുമ്പോഴും മറ്റും മറ്റുള്ളവരുടെ കണ്ണുകൾ നിങ്ങളുടെ കൈകളിൽ പാറി വീഴും. തൊലി ചുളിഞ്ഞും വരണ്ടുമുള്ള കൈകൾ നിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ പ്രായം വിളിച്ചു പറയും. വീട്ടുജോലികൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പാത്രം കഴുകുമ്പോഴും തുണി നനയ്ക്കുമ്പോഴും കൈകളിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. മൃദുലമായ റബ്ബർ ഗ്ലൗസോ പ്ലാസ്റ്റിക് ഗ്ലൗസോ ഉപയോഗിക്കുക. പണികൾക്കിടയിൽ ഗ്ലൗസ് കയ്യിൽ നിന്നും ഊരിപ്പോകാതിരിക്കാൻ കൈത്തണ്ടയിൽ
ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഉറപ്പിക്കാം. കറയുള്ള പച്ചക്കറികൾ അരിയും മുമ്പ് കൈകളിൽ അല്പം നാരങ്ങ നീരും ഉപ്പും ചേർത്ത് മിശ്രിതം തേച്ച് പിടിപ്പിക്കാം. ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ കറയുള്ള പച്ചക്കറികൾ അരിയുമ്പോൾ കൈകളിൽ വരഞ്ഞുണ്ടായ പാടുകൾ മാറ്റാൻ എളുപ്പമല്ല. ഫിംഗർ ക്യാപ്പ് ഒരു ശീലമാക്കുകയോ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുകയോ വേണം. കൈകൾ മൃദുലമാക്കാൻ അല്പം വിനാഗിരിയും തക്കാളി നീരും സമം എടുത്ത് പുരട്ടുക. അടുക്കളയിൽ ഉപയോഗിച്ചു കഴിഞ്ഞ വസ്തുക്കൾ കൊണ്ട് കൈകൾക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. തേയില ചണ്ടിയും പാലെടുത്ത തേങ്ങയുടെ പീരയും ഒരുമിച്ച് ചേർത്ത് കൈകൾ മസാജ് ചെയ്യാം. ഇവയ്ക്കൊപ്പം അല്പം റവയും കൂടി ചേർത്താൽ സ്കിൻ പീലിംഗ് ഇഫക്റ്റ് വരും. പഴുത്തുപോയ ഏത്തപ്പഴം വെറുതെ കളയരുത്. അതിൽ തേയില ചണ്ടി ചേർത്ത് മിശ്രിതമാക്കി കൈകൾ മസാജ് ചെയ്താൽ സൂര്യതാപം ഏറ്റുള്ള കരിവാളിപ്പ് മാറും. പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൈകളിൽ പുരട്ടുന്നതും നല്ലതാണ്. കറ്റാർ വാഴയുടെ പൾപ്പ് സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് പാലിൽ ചേർത്ത് കൈകൾ മസാജ് ചെയ്യാം. ക്യാരറ്റും പാലും മിക്സിയിലടിച്ച് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കുക. യാത്ര പോകും മുമ്പ് കൈകൾ ഈ മിശ്രിതം കൊണ്ട് മസാജ് ചെയ്യുക. തിളക്കവും ഭംഗിയും കൂടും. ദിവസവും കിടക്കും മുമ്പ് കൈകൾ അല്പനേരം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ രക്തചംക്രമണം കൂടും. എന്നും കിടക്കും മുമ്പ് കൈകൾ മോയ്സ്ചറൈസർ കൊണ്ട് മസാജ് ചെയ്യുന്നത് കൈകളുടെ ആരോഗ്യം കൂടും. അടുത്തതായി നഖങ്ങൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതിനുള്ള പ്രതിവിധി എന്താണെന്ന് നോക്കാം. ബലം കുറഞ്ഞ് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന നഖങ്ങളാവാൻ ചിലർക്ക്. ഇവർ നഖങ്ങൾ മിതമായി മാത്രം നീട്ടുക. ഒലിവെണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്നത് നഖങ്ങളുടെ ബലം വർദ്ധിപ്പിക്കും. തേനും ഗ്ലിസറിനും മിശ്രിതമാക്കി ഇടയ്ക്കിടെ പുരട്ടുന്നത് നഖങ്ങൾക്ക് ആരോഗ്യം തോന്നാൻ സഹായിക്കും. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നഖങ്ങൾ നെയിൽ പോളിഷ് ഇല്ലാതെ സ്വതന്ത്രമായി വിടാം. നഖങ്ങൾക്ക് മീതെ പൊട്ടലുകളും വിള്ളലുകളും ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് വാങ്ങി പൊട്ടിച്ച് നഖത്തിൽ പുരട്ടി മസാജ് ചെയ്യാം. ഇനി നമുക്ക് താരൻ മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഹെയർ സ്പാ ചെയ്യുമ്പോൾ താരനെ തുരത്താനുള്ള സിറം കൂടി മുടിയിൽ പുരട്ടിയാൽ താരൻ നന്നായി കുറയുന്നതായി കാണുന്നുണ്ട്. കടുകെണ്ണയും തേനും കൂടി മിശ്രിതമാക്കി മുടിയിൽ മസാജ് ചെയ്ത് 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഉലുവ അരച്ച് മുടിയിൽ പുരട്ടുന്നതും നല്ലതാണ്. ഹെയർ റിലാക്സിങ്. എത്ര കാലമായി മുടി കെട്ടിപ്പുണഞ്ഞു വരണ്ടും മുറിഞ്ഞും ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നു? ഇനി ഒന്ന് റിലാക്സ് ചെയ്യപ്പെട്ട മുടിയെ പരിപോഷിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ മാർഗമാണ് ഹെയർ റിലാക്സിങ്. മൃദുത്വം നഷ്ടപ്പെട്ട മുടിക്കും ഹെന്ന സ്ഥിരമായി ചെയ്യുന്നത് മൂലം വരണ്ടുപോയ മുടിക്കും ഹെയർ റിലാക്സിങ് ഗുണം ചെയ്യും. നീളം കുറഞ്ഞ തിളക്കമില്ലാത്ത മുടിക്ക് കൂടുതൽ ബലവും പൊലിമയും തോന്നുകയും ചെയ്യും. മുടിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്താത്തത് കൊണ്ട് ഈ ട്രീറ്റ്മെന്റിന് ശേഷം മുടിക്ക് ഒട്ടും കൃത്രിമത്വം തോന്നുകയില്ല. ഹെയർ റിലാക്സിങ് ചെയ്യേണ്ട വിധം. പരിശീലനമുള്ള ഒരു ബ്യൂട്ടീഷ്യന്റെ സഹായത്തോടെ വേണം ഹെയർ റിലാക്സിങ് ചെയ്യാൻ. ക്ലീനിങ് ഷാമ്പു കൊണ്ട് മുടി നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് ആദ്യപടി. മുടി ഉണങ്ങിയ ശേഷം സ്റ്റൈലിംഗ് സ്പ്രേ മുടിയിലാകമാനം സ്പ്രേ ചെയ്യുക. സ്പ്രേ നൽകിയ ശേഷം അത് മുടി ഒരുപോലെ പടരുന്നതിനായി പല്ലകലമുള്ള ചീപ്പ് കൊണ്ട് നന്നായി ചീവണം. ഇനി മുടി പലതായി പകുത്ത് ഓരോന്നും ക്ലിപ്പ് ചെയ്യുക. പിന്നീട് ഓരോ ക്ലിപ്പ് വീതം അഴിച്ച് അല്പഭാഗം മുടിയെടുത്ത് ഹെയർ റിലാക്സിംഗ് ക്രീം പുരട്ടുക. തലയോട്ടിയിൽ നിന്ന് 1 ഇഞ്ച് അകലം വിട്ട് കുറച്ച് ക്രീം പുരട്ടാം. 20 മിനിറ്റിന് ശേഷം മുടി ചെറു ചൂടുവെള്ളത്തിൽ കഴുകണം. ക്രീം അല്പം പോലും മുടിയിൽ ശേഷിക്കരുത്. ഇനി മുടി ബ്ലോ ചെയ്യണം. ഫ്ലാറ്റ് ഹെയർ ബ്രഷ് കൊണ്ട് മുടി താഴോട്ട് ചീകി ഒപ്പം തന്നെ ഹെയർ ഡ്രയർ കൊണ്ട് ഉണങ്ങുന്നതിനാണ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത്. ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ മുടി ചുരുളുകൾ നിവർന്ന് നേരെയാകും. ഇനി സ്റ്റൈലിംഗ് സ്പ്രേ അടിക്കണം. ന്യൂട്രലൈസർ കൂടി പുരട്ടിയാൽ മുടിയുടെ ഭംഗി നഷ്ടപ്പെടില്ല. 20 മിനിറ്റിന് ശേഷം മുടി കഴുകി റിപ്പയർ ചെയ്ത് റെസ്ക്യൂ ട്രീറ്റ്മെൻറ്റ് ക്രീം പുരട്ടാം. ഇനി മുടി കഴുകിയ ശേഷം ഡ്രയർ കൊണ്ട് ഉണക്കണം. ഈ ട്രീറ്റ്മെൻറ്റിന് ഒരൊറ്റ സീറ്റിംഗ് മാത്രമേ ആവശ്യമുള്ളൂ. ഏകദേശം ചിലവ് 3000 രൂപ. ട്രീറ്റ്മെൻറ്റിന് ശേഷം മാസത്തിലൊരിക്കൽ ട്രീറ്റ്മെൻറ്റ് ഷാമ്പുവും കണ്ടീഷണറും മുടിയിൽ പുരട്ടണം. മാസത്തിലൊരിക്കൽ ഹെയർ സ്പാ ചെയ്താൽ മുടിയുടെ തിളക്കവും ഭംഗിയും അങ്ങനെ തന്നെ നിലനിർത്താം. കാൽ നഖം ദശയോട് ചേർത്ത് വെട്ടരുത്. നഖം ചതുര ഷേപ്പിൽ വെട്ടുന്നതാണ് നല്ലത്. കാലിൽ പൊടിയും അഴുക്കും പിടിക്കുന്നത് കൊണ്ട് ലൈറ്റ് കളർ നെയിൽ പോളിഷ് പെട്ടെന്ന് മങ്ങും.
അതിനാൽ ഡാർക്ക് കളർ നെയിൽ പോളിഷ് ആണ് കൂടുതൽ നല്ലത്. വിരലിനടിയിൽ പഞ്ഞി വെച്ച് നെയിൽ പോളിഷ് പുരട്ടിയാൽ വിരലുകളിൽ പറ്റുന്നത് ഒഴിവാക്കാം. ഭക്ഷണത്തിൽ ഉപ്പ്, പുളി, എരിവ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഉപ്പ് അധികം കഴിക്കുന്നത് അകാല നര, മുടി കൊഴിച്ചിൽ എന്നിവയ്ക്ക് ഇടയാക്കും. പുളി കൂടിയാൽ ചർമ്മരോഗങ്ങൾ, വിളർച്ച എന്നിവ വരും. ചൂടുകാലത്ത് വെള്ളരിക്ക, കുമ്പളങ്ങ, തക്കാളി, ക്യാരറ്റ്, കോളിഫ്ലവർ തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഈ പച്ചക്കറികളിൽ ജലാംശം കൂടുതലാണ്. മൈദ, റവ എന്നിവ ഒഴിവാക്കണം. ഇവ ദഹിക്കാൻ കൂടുതൽ ഊർജം വേണ്ടിവരുമെന്നതാണ് കാരണം. കപ്പ, പപ്പായ, വെളുത്തുള്ളി എന്നിവ ചൂടാണ്. ഇവയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കണം. പയറുവർഗ്ഗത്തിൽ ചെറുപയർ, ഉഴുന്നുപരിപ്പ് തുടങ്ങിയവ ഉപയോഗിക്കാം. രാമച്ചം, കരിങ്ങാലി എന്നിവയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഇടയ്ക്കിടെ കുടിക്കാം. രാത്രി 10 മണിയെങ്കിലും ആകാതെ ഭക്ഷണം കഴിക്കാത്തവരാണ് നമ്മളൊക്കെ. എന്നാൽ രാത്രി ഭക്ഷണം കഴിക്കുന്നതും നേരത്തെ ആക്കണമെന്നാണ് പറയുന്നത്. 8 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കാം. ഉറങ്ങുമ്പോഴേക്ക് ഭക്ഷണം ദഹിക്കുമെന്നർത്ഥം. കൈകളുടെ സംരക്ഷണം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ദിവസവും എത്ര ജോലിയാണ് നമ്മൾ കൈകൾ കൊണ്ട് ചെയ്യുന്നത്? എന്നിട്ട് വേണ്ടത്ര പരിചരണം നൽകാതിരുന്നാൽ കൈകൾ കോപിക്കുമെന്ന് ഉറപ്പ്. പ്രായത്തിൻ്റെ അടയാളങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൈകളിലാണ്. കൈയെടുത്ത് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുടെ കണ്ണുകൾ നിങ്ങളുടെ കൈകളിൽ പാറി വീഴും. തൊലി ചുളിഞ്ഞും വരണ്ടുമുള്ള കൈകൾ നിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ പ്രായം വിളിച്ചു പറയും. പോളിഷ്ഡ് നെയിൽ. കൂടുതൽ ഭംഗിയുള്ള നഖം വേണ്ടവർ നെയിൽ പോളിഷ് ഇടുമ്പോൾ ഇവ ശ്രദ്ധിക്കുക. നഖങ്ങൾക്ക് കൂടുതൽ ഭംഗി തരുന്ന നെയിൽ പോളിഷിന്റെ മായാജാലം. ഇനി നെയിൽ പോളിഷ് ഇടുന്നുമ്പ് കൈകാലുകൾ വൃത്തിയാക്കുക. ഇതിനായി കൈക്ക് മാനിക്യൂറും കാലിന് പെഡിക്യൂറും ചെയ്യാം. ആരോഗ്യമുള്ള നഖത്തിന് പിങ്ക് നിറമായിരിക്കും. എന്നാൽ കേടുള്ള നഖത്തിൽ നീലയോ മഞ്ഞയോ നിറം കാണാം. അതിന് ചികിത്സ ചെയ്യാൻ മടിക്കരുത്. ആദ്യമായി കൈ നഖങ്ങൾ ഷേപ്പ് ചെയ്യുക. നഖത്തിന് യു ഷേപ്പ് ആകൃതി കൊടുക്കുന്നത് കൂടുതൽ ഭംഗി നൽകും. നഖത്തിൻ്റെ വശങ്ങളിൽ ക്യൂട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ക്യൂട്ടിക്കിൾ സോഫ്റ്റ്നർ പുരട്ടി അല്പനേരം കഴിഞ്ഞ് മാറ്റാം. ഫ്രഞ്ച് മാനിക്യൂർ ചെയ്യുന്നവർ നഖത്തിന് ചതുര ഷേപ്പ് കൊടുത്ത് അറ്റത്ത് കടും വെള്ളയും ബാക്കി ഭാഗത്ത് നെയിൽ കളറും നൽകുക. നെയിൽ പോളിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സാധാരണ നെയിൽ പോളിഷ് 2 കോട്ട് ഇടണം. ആദ്യത്തേത് ഉണങ്ങിയ ശേഷമേ വീണ്ടും ഇടാവൂ. നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ച് വിരലിൽ പറ്റിയ നെയിൽ പോളിഷ് അപ്പോൾ തന്നെ തുടച്ചു മാറ്റണം. നഖത്തിൽ ഏറെ നാൾ നെയിൽ പോളിഷ് ഇട്ട് വയ്ക്കരുത്. കൃത്രിമ നഖം ഒട്ടിച്ച് നെയിൽ പോളിഷ് ചെയ്തും നമുക്ക് നെയിൽ ഭംഗിയാക്കാം. അടുത്തതായി യൗവനം നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ജോലി തിരക്കിനിടയിൽ വൈകുന്ന പ്രഭാത ഭക്ഷണം, 3 മണിക്ക് ഉച്ചയൂണ്, രാത്രി 11-ന് അത്താഴം. ഇങ്ങനെ ഭക്ഷണ കാര്യത്തിൽ ശരിയായ ചിട്ടകൾ പാലിക്കാത്ത ചിലരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സമയം തെറ്റിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നല്ല. എല്ലാ ദിവസവും ഇങ്ങനെ സമയം തെറ്റി ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും. പ്രധാന ഭക്ഷണത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കുറിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആളുകളുടെ ശീലമാണ്. ഇങ്ങനെ വായടയ്ക്കാതെ ഓരോന്ന് കഴിക്കുന്നത് ദഹന പ്രക്രിയ തടസ്സപ്പെടുത്തും. വല്ലാത്ത വിശപ്പ് തോന്നുകയാണെങ്കിൽ പഴങ്ങളോ മറ്റോ കഴിക്കാം. ജോലിയുള്ള ദിവസങ്ങളിൽ നേരത്തെ എണീക്കുക. അവധി ദിവസങ്ങളിൽ 10 മണിയാവുന്നവരെ കൂർക്കം വലിച്ചുറങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ ശീലമാണ്. പക്ഷേ ഓരോ ദിവസവും നേരത്തെ ഉണരുന്നത് ആരോഗ്യത്തിന് നന്നായി. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എണ്ണ തേച്ചുള്ള കുളി നിർബന്ധമാക്കാം. ധന്വന്തരം തൈലം ശരീരത്തിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതിരിക്കാൻ ഇത് സഹായിക്കും. എണ്ണ ചെറുതായി ചൂടാക്കിയ ശേഷമാണ് ദേഹത്ത് പുരട്ടേണ്ടത്. ശരീരത്തിൽ എണ്ണ നന്നായി പിടിക്കാൻ വേണ്ടിയാണിത്. ശരീരത്തിലെ മെഴുക്കിളക്കാൻ നല്ലത് ചെറുപയർ പൊടിയോ കടലമാവോ ആണ്. ഈ പൊടി കൊണ്ട് മസാജ് ചെയ്യുന്നത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കും. ശരീരത്തിനൊരു ഉണർവേകാൻ ഈ മസാജിങ് സഹായിക്കും. വീട്ടിലെ ജോലിക്കിടയിലും സൗന്ദര്യം സംരക്ഷിക്കാൻ മാർഗങ്ങളുണ്ട്. ഇഡ്ഡലിക്കോ ദോശയ്ക്കോ മാവ് അരയ്ക്കുമ്പോൾ അല്പം ഉഴുന്നുമാവ് മാറ്റിവെക്കുക. എന്നിട്ട് മുഖത്ത് പുരട്ടി നോക്കൂ. മുഖത്തിൻ്റെ ശോഭ വർദ്ധിക്കും. അതുപോലെ ചെറുനാരങ്ങയുടെ തോടെടുത്ത് കൈകളിലും കാലുമുട്ടുകളിലും ഉരച്ചു പിടിപ്പിക്കുകയുമാവാം. ചർമ്മത്തിൻ്റെ പരിപരിപ്പ് മാറി. അനാവശ്യ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്ന ചിലരുണ്ട്. പിന്നെ ആവശ്യമില്ലാതെയുള്ള ടെൻഷനും. ഇത്തരം വികാരങ്ങൾ സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. അകാല നര, മുടി കൊഴിച്ചിൽ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. ഉറക്കവും ആഹാരവും കുറയും. ഇത് ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തും. അങ്ങനെ ചർമ്മത്തിൻ്റെ പ്രസരിപ്പും ഓജസ്സും കുറയും. ശരീരത്തിൽ പെട്ടെന്ന് ചുളിവുകൾ വീഴുകയും.
കഴുത്തിലെ കറുപ്പ്. ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ മൂലമാണ് പ്രധാനമായും കഴുത്തിൽ കറുപ്പുണ്ടാകുന്നത്. ആഹാരത്തിൽ എരിവ്, പുളി എന്നിവ മിതമാക്കുകയാണ് ഏറ്റവും പ്രധാനം. നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ ഏലാതി വെളിച്ചെണ്ണയോ കുറച്ചെടുത്ത് കഴുത്തിൽ പുരട്ടി പതുക്കെ മസാജ് ചെയ്യുക. കറുത്ത പാടുകൾ അകറ്റാൻ നല്ലതാണ്. ഉലുവ അരച്ച് തൈരിൽ ചേർത്ത് പുരട്ടിയാലും മതി. ശരീര ദുർഗന്ധം അകറ്റാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. രാമച്ചമിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ ശരീര ദുർഗന്ധം അകലും. നല്ല ഊർജ്ജസ്വലത കിട്ടുകയും ചെയ്യും. അല്പം ചന്ദന അരച്ചത് വെള്ളത്തിൽ ചേർത്ത് കുളിക്കുന്നത് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ സഹായിക്കും. നാൽപ്പാമരം, വേപ്പില എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ശരീര ദുർഗന്ധം അകറ്റും. ചർമ്മരോഗങ്ങളെ തടയുകയും ചെയ്യും. താനുകയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. പല്ലിൻ്റെ വെണ്മയ്ക്കും ആരോഗ്യത്തിനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. കരിങ്ങാലിയിട്ട് തിളപ്പിച്ച വെള്ളം കവിളിൽ കൊള്ളുന്നത് മോണയുടെ ആരോഗ്യത്തിന് ഏറ്റവും നന്ന്. പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ഉപ്പിട്ട വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കവിളിൽ കൊള്ളുന്നത് മോണയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ത്രിഫലയുടെ പൊടി തിളപ്പിച്ച് ഇളം ചൂടോടെ കവിളിൽ കൊള്ളുന്നതും വായ്നാരത്തിന് ശമനമുണ്ടാക്കും. ഗ്രാമ്പു പൊടിച്ചത്, ഏലക്കായ എന്നിവ വായിലിട്ട് ചവയ്ക്കുന്നത് വായ ശുചിയാക്കും. സൗന്ദര്യത്തിന് മഞ്ഞൾ എങ്ങനെ ഉപയോഗിക്കാം? മഞ്ഞൾ കറിക്ക് നിറവും രുചിയും നൽകാൻ മാത്രമുള്ളതല്ല, ഔഷധ ഗുണത്തിലും മഞ്ഞൾ മുന്നിൽ തന്നെ. ഭക്ഷണ വസ്തുക്കളിലെ ശരീരത്തിന് ദോഷകരമായ ഘടകങ്ങളെ നിർവീര്യമാക്കാൻ മഞ്ഞളിന് കഴിയും. ത്വക്ക് രോഗങ്ങൾ, അരുചി, ചിലന്തി വിഷം ഇവ അകറ്റാനും മഞ്ഞൾ ഉത്തമമാണ്. ഭക്ഷണകാര്യത്തിലും ആരോഗ്യകാര്യത്തിലും മാത്രമല്ല, ശരീരത്തിന് നിറവും ശോഭയും നൽകി പത്തരമാറ്റ സൗന്ദര്യം നൽകാനും മഞ്ഞളിന് കഴിവുണ്ട്. ഇതാ മഞ്ഞൾ കൊണ്ടുള്ള ചില സൗന്ദര്യ പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം മഞ്ഞളും കൂട്ടി അരച്ച് ഒരു മുട്ടയുടെ വെള്ളയിൽ കുഴച്ച് മുഖത്ത് പുരട്ടുക. അരമണിക്കൂറിന് ശേഷം കടലമാവ് കൊണ്ട് കഴുകിക്കളഞ്ഞാൽ മുഖക്കുരു മാറും. 2 സ്പൂൺ ചെറുപയർ നന്നായി അരച്ച് 1/2 സ്പൂൺ നാരങ്ങ നീരും 1 നുള്ളി ഇന്ദുപ്പും 1 സ്പൂൺ മഞ്ഞളും ചേർത്ത് പാലിൽ കുഴച്ച് മുഖത്ത് പുരട്ടുക. ഉണങ്ങുമ്പോൾ ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകിക്കളയാം. മുഖക്കുരുവും പാടുകളും മാറി മുഖം സുന്ദരമാകും. മുഖക്കുരു അകറ്റാൻ 2 ചെറുനാരകത്തിൻ്റെ തളിരിലെയും 1 ചെറിയ കഷ്ണം മഞ്ഞളും കൂട്ടി അരച്ച് മുഖക്കുരുവുള്ള ഭാഗത്ത് പുരട്ടി 1 മണിക്കൂർ കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക. പച്ച പപ്പായയും മഞ്ഞളും സമം എടുത്ത് അരച്ച് മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക. മുഖത്തെ രോമം മാറും. 50 ഗ്രാം പച്ചമഞ്ഞളും 1 പിടി പർപ്പടക പുല്ലും ചേർത്ത് 250 മില്ലി വെളിച്ചെണ്ണയിൽ കാച്ചി തേക്കുക. ത്വക്ക് രോഗങ്ങൾ ശമിക്കും. ശരീരത്തിന് നല്ല നിറവും കിട്ടും. 1 പിടി തുളസി ഇലയും 1 ചെറിയ കഷ്ണം മഞ്ഞളും ചേർത്ത് പുരട്ടിയാൽ മുഖത്തെ പാടുകൾ മാറും. ദിവസവും രാവിലെ ചെറിയ കഷ്ണം മഞ്ഞൾ അരച്ച് പാൽപ്പൊടിയിൽ ചാലിച്ച് മുഖത്ത് പുരട്ടുക. അരമണിക്കൂർ ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മുഖകാന്തി കൂടും. രക്തചന്ദനപ്പൊടിയും മഞ്ഞൾപ്പൊടിയും സമമെടുത്ത് കരിക്കിൻ വെള്ളത്തിൽ ചാലിച്ച് പുരട്ടുക. അവ അരമണിക്കൂറിന് ശേഷം കഴുകുക. ചർമ്മം മൃദുവാകും. ശരീരത്തിന് നിറമുണ്ടാകാൻ 1 ചെറിയ കഷ്ണം കൽക്കണ്ടം, 1 ചെറിയ സ്പൂൺ തേൻ, 1 ചെറിയ സ്പൂൺ ഉണക്കമുന്തിരി നീര്, 1 വലിയ സ്പൂൺ വെള്ളരിക്ക നീര്, 1 ഗ്ലാസ് ക്യാരറ്റ് നീര് ഇവ യോജിപ്പിക്കൂ. പതിവായി കഴിക്കുക. 1 നുള്ള് കുങ്കുമപ്പൂവ് 1 ഗ്ലാസ് പാലിൽ ചേർത്ത് കുടിക്കുക. ചെറുനാരങ്ങ നീരും വെള്ളരിക്ക നീരും സമമെടുത്ത് ശരീരത്ത് തേക്കുക. 3/4 മണിക്കൂറിന് ശേഷം നാൽപ്പാമരത്തൊലി ചതച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കുടിക്കുക. 1 ചെറിയ സ്പൂൺ നെയ്യ്, 1 ചെറിയ സ്പൂൺ തേൻ, 4 ഉണക്കമുന്തിരി, 1 ചെറിയ കഷ്ണം കൽക്കണ്ടം, 1 നേന്ത്രപ്പഴം അരിഞ്ഞത് ഇവ യോജിപ്പിച്ച് പതിവായി രാവിലെ കഴിക്കുക. 1 ക്യാരറ്റ് അരിഞ്ഞതിൽ 1 ചെറിയ സ്പൂൺ നാരങ്ങ നീരും 1 ചെറിയ സ്പൂൺ തേനും ചേർത്ത് കഴിക്കുക. കൃഷ്ണ തുളസിയില ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ഔൺസ് രാവിലെ കഴിക്കുക. 1 ചെറിയ സ്പൂൺ വെള്ളരിക്ക നീര്, 1 ചെറിയ സ്പൂൺ തൈര്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് തക്കാളിക്ക നീര് ഇവ യോജിപ്പിച്ച് പുരട്ടുക. ശരീര സംരക്ഷണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആന്തരിക ബാഹ്യ ശുചിത്വത്തിനൂന്നിയ നിത്യപരിശീലനത്തിലൂടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടുന്ന വ്യായാമമാണ് യോഗാഭ്യാസം. ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗങ്ങൾ, വാതരോഗങ്ങൾ, അമിതവണ്ണം, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, ആസ്മ, പ്രമേഹം, പുറം വേദന, ഡിസ്കിൻ്റെ തകരാറുകൾ,
തലവേദന തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് യോഗാഭ്യാസം തീർച്ചയായും ആശ്വാസം പകരും. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കരുത്ത് സ്വന്തമാവുന്നത് കൊണ്ട് തന്നെ സ്വഭാവ രൂപീകരണത്തിനും യോഗ സഹായിക്കും. ഓർമ്മശക്തിയും ഊർജ്ജസ്വലതയും വർദ്ധിപ്പിക്കാനും ഏറെ നല്ലത്. എല്ലാ കാര്യങ്ങളിലുമുള്ള ചിട്ട യോഗയിൽ പ്രധാനമാണ്. ദിവസത്തിൽ സൗകര്യപ്രദമായ ഏത് സമയത്തും യോഗാഭ്യാസം ചെയ്യാം. ഗർഭാവസ്ഥയിൽ പോലും യോഗയാവാം. ഒരു ചെലവുമില്ലാതെ, ഒരു ഉപകരണവും കയ്യിൽ കരുതാതെ എവിടെയും ഏത് കാലാവസ്ഥയിലും ചെയ്യാൻ കഴിയുന്ന വ്യായാമം എന്നതാണ് യോഗയുടെ ഏറ്റവും വലിയ ആകർഷണീയത. പരിശീലിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സഹായിയുടെ ആവശ്യം പോലുമില്ല. പക്ഷേ വാർദ്ധക്യത്തിനും ഗർഭിണിയായിരിക്കുമ്പോഴും ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും അപകടങ്ങൾ സംഭവിച്ചവർക്കും യോഗ ചെയ്യുമ്പോൾ ഒരു ഗുരുവിൻ്റെ സഹായം തേടുന്നത് നല്ലതാണ്. ലളിതമായ ആസനങ്ങളും പ്രാണായാമങ്ങളും കൊണ്ട് തന്നെ വലിയ ഗുണം ലഭിക്കും. കഠിന ആസനങ്ങൾ താല്പര്യമുള്ളവർ മാത്രം പഠിച്ചാൽ മതിയാകും. യോഗാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പ് പല തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ചിട്ടയായ ഭക്ഷണം, വാരി വലിച്ചു കഴിക്കുന്ന രീതി അവസാനിപ്പിക്കണം. ആന്തരിക ബാഹ്യശുദ്ധി യോഗാഭ്യാസത്തിന് പ്രധാനമാണ്. വൃത്തിയുള്ളതും ശുദ്ധമായി സഞ്ചാരമുള്ളതുമായ തുറന്ന സ്ഥലമാവണം യോഗാഭ്യാസത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. മനഃശക്തിയും അത്യാവശ്യം മനോനിയന്ത്രണവും വേണം. കാട് കയറിയുള്ള ചിന്തകളുമായി യോഗാഭ്യാസത്തിന് തുനിയരുത്. യോഗാഭ്യാസങ്ങളും മറ്റ് ശാരീരിക വ്യായാമങ്ങളും കൂട്ടിക്കലർത്തി ചെയ്യുന്നത് നല്ലതല്ല. കുളി കഴിഞ്ഞ് യോഗാഭ്യാസം ചെയ്യുന്നതാണ് ഉത്തമം. യോഗാഭ്യാസം ചെയ്തിട്ടാണ് കുളിക്കുന്നതെങ്കിൽ അത് അരമണിക്കൂർ കഴിഞ്ഞേ പാടുള്ളൂ. ഭക്ഷണം കഴിഞ്ഞയുടൻ യോഗ ചെയ്യരുത്. ഭക്ഷണം പൂർണ്ണമായും ദഹിക്കാനുള്ള ഇടവേള കഴിഞ്ഞ് മാത്രമേ യോഗ ചെയ്യാവൂ. യോഗാഭ്യാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടുള്ളൂ. യോഗ ചെയ്യുമ്പോൾ അയഞ്ഞ കോട്ടൺ വസ്ത്രം ധരിക്കണം. പ്രാർത്ഥന, ധ്യാനം, ശവാസനം എന്നീ ക്രമത്തിലാണ് യോഗ പഠനം ആരംഭിക്കേണ്ടത്. എല്ലാവരും ഐശ്വര്യ ജയശ്രീ വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണേ. ലൈക്ക് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ.